ഒരു കാര്യം എടുത്ത് പറഞ്ഞോട്ടെ, നിങ്ങളെല്ലാം വിചാരിക്കുന്നത് എല്ലാ കാശ്മീരികളും ഇങ്ങനെയാണെന്നാണോ? അതൊരിക്കലുമല്ല. അത് പല സിനിമകളും പടച്ചുവിട്ട കാര്യം മാത്രമാണ്. ഞാൻ കാശ്മീരിൽ പോയിട്ട് ഒരാഴ്ച നിന്നിട്ടുള്ള വ്യക്തിയായിരുന്നു. പക്ഷെ അതിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? അത് പറഞ്ഞിട്ട് ഇവിടെയുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലടിക്കുക എന്നൊരു അജണ്ട കൂടി അവർക്കുണ്ട്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ അശ്വിൻ. ഈ പറയുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം നിങ്ങളുടെ അച്ഛനും അമ്മയും ആകാം, അല്ലെങ്കിൽ മക്കളാകാം, സഹോദരങ്ങളാകാം, അല്ലെങ്കിൽ ഭാര്യയോ ഭർത്താവോ ആകാം. ഒരുപക്ഷെ ലെഫ്റ്റനന്റ് വിനീത് നർവാളിനെ പോലെ കല്യാണം കഴിഞ്ഞിട്ട് വെറും 6 ദിവസം മാത്രമേ ആയിട്ടുണ്ടാകത്തുള്ളൂ, അല്ലെങ്കിൽ ശുഭൻ ദിവേന്തിയെ പോലെ കല്യാണം കഴിഞ്ഞിട്ട് വെറും 2 മാസം മാത്രമേ ആയിട്ടുണ്ടാകത്തുള്ളൂ. അതായത് ഒരു ഹണിമൂൺ യാത്രയ്ക്കാണ് നിങ്ങൾ കാശ്മീരിലുള്ള പെഹൽഗാം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ബൈസറൻ വാലിയിലേക്ക് പോകുന്നത്. ബൈസറൻ വാലിയിലുള്ള ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടാണ് മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് വിളിക്കുന്ന ഈ പ്രദേശം. അവിടെയാണ് നിങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത്. അവിടെ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം വിനോദയാത്ര ഉല്ലസിക്കുകയാണ്, ലഘുഭക്ഷണങ്ങൾ കഴിക്കുകയാണ്, അവിടെ സിപ്പ് ലൈൻ ഉണ്ട്, അത് ഉപയോഗിക്കുകയാണ്, മറ്റു പല ആക്ടിവിറ്റീസും ഉണ്ട്. അങ്ങനെ നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോഴേക്കും പെട്ടെന്ന് തീവ്രവാദികൾ നിങ്ങളെ വളയുകയാണ്. തീവ്രവാദികൾ ചോദിച്ചത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ മതം ഉറപ്പാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ്. മതം ഉറപ്പാക്കി നിങ്ങളെയല്ല, നിങ്ങളുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ കൂടെയുള്ള ആ ഒരു കുടുംബത്തിലെ ആണുണ്ടല്ലോ, നിങ്ങളുടെ മകനാകാം, സഹോദരനാകാം, അച്ഛനാകാം, ഭർത്താവാകാം, അല്ലെങ്കിൽ കസിനാകാം, ആരും ആയിക്കൊള്ളട്ടെ, അവരെ പോയിന്റ് ബ്ലാങ്കിൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന AK-47 M4 കാർബൈൻസ് എന്ന് പറയുന്ന തോക്ക് ഉപയോഗിച്ചുകൊണ്ട് പോയിന്റ് ബ്ലാങ്കിൽ, അതായത് നെറ്റിയോട് ചേർത്ത് വെച്ചോ അല്ലെങ്കിൽ അടുത്ത് വെച്ചോ വെടിവെച്ച് ആ തലയോട് പൊളിക്കുകയാണ്. നിങ്ങളുടെ കൺമുമ്പിൽ അവർ തലയോട് പൊട്ടി പൊളർന്ന് നിലത്ത് വീഴുകയാണ്. ഈ കാര്യം ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഇതാണ് ശരിക്കും കാശ്മീരിലെ പഹൽഗാമിൽ സംഭവിച്ചത്. ഇത് അതിശയോക്തിയോ കെട്ടുകഥകളോ ഒന്നുമല്ല. ഒരു മലയാളിയും ഇതിൻ്റെ അകത്ത് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലേ. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ മകളടക്കം പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ശരിക്കും അവിടെ എന്താണ് സംഭവിച്ചത്. അതുപോലെ പലർക്കും ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത മനസ്സിലായിട്ടുണ്ടാകത്തില്ല. ഏതെങ്കിലും ഒരു സ്ഥലം, നമ്മുടെ നാട്ടിലെ ഒരു ടൗൺ, അങ്ങനെയൊക്കെ ആയിരിക്കാം വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെയല്ല. അതുപോലെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ആരാണ്, അവരുടെ ലക്ഷ്യം എന്താണ്, അവരിതിന് ആക്രമണം നടത്താനുള്ള കാരണമായിട്ട് പറയുന്ന കാര്യങ്ങൾ എന്താണ്, ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ എന്താണ്, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യം നമുക്ക് മനസ്സിലാക്കാം എന്താണ് കാശ്മീരിൽ സംഭവിച്ചത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോട് കൂടിയിട്ടാണ് ഈ സംഭവങ്ങളെല്ലാം അരങ്ങേറുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കാശ്മീരിൽ ഒരു ടൂർ പോകുകയാണെങ്കിൽ, ഒരു വിനോദയാത്ര പോകുകയാണെങ്കിൽ പോകുന്ന ചില പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷൻസ് ഉണ്ട്, സ്പോട്ടുകളുണ്ട്. ശ്രീനഗർ, ഗുൽമർഗ്, സോൻമർഗ്, അതുപോലെ തന്നെ പെഹൽഗാം. ഈ പെഹൽഗാമിലെ ബൈസറൻ വാലിയിലുള്ള മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്നത് വലിയൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. അപ്പോൾ കാശ്മീരിൽ പോകുന്ന ഒരാളും തന്നെ ഇത് സ്കിപ്പാക്കാറുമില്ല. ഒരു കാര്യം പറയുവാണെങ്കിൽ 2024, അതായത് കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാസത്തിൽ ഇതേ സ്ഥലത്ത് ഞങ്ങൾ പോയതാണ്. അപ്പോൾ ഈ സ്ഥലമൊക്കെ കൃത്യമായിട്ട് അറിയാം. മിനി സ്വിറ്റ്സർലാൻഡിൽ പോയതാണ്. അവിടുത്തെ സിപ്പ് ലൈൻ ഉപയോഗിച്ച് ഞാൻ ആ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതേ പ്രദേശത്താണ് ഈ വെടിവെപ്പ് നടന്നിട്ടുണ്ടായിരുന്നത്. അത് ഫെബ്രുവരി മാസമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ മൊത്തം മഞ്ഞാണ്. ഏപ്രിൽ പകുതിയോടെ തന്നെ മഞ്ഞെല്ലാം ഉരുകിയിട്ട് അതൊരു പുൽമേടായിട്ട് മാറും. എന്തായാലും ഈ സ്ഥലത്തിന്റെ പ്രത്യേകതയെ പറ്റി നമ്മൾ മനസ്സിലാക്കണം. ഇത് നഗരത്തിലുള്ള സ്ഥലമല്ല. പെട്ടെന്ന് നോക്കുവാണെങ്കിൽ ഒരു പാർക്ക് പോലെ കിടക്കുന്ന സ്ഥലം. നമ്മളുടെ ടൗണിന്റെ ഇടയിലും ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണാറുണ്ട്. പക്ഷെ അങ്ങനെയൊന്നല്ല. ഇത് സ്ഥിതി ചെയ്യുന്നത് ഒരു മലയുടെ മുകളിലാണ്. ഇങ്ങോട്ട് പോകാനായിട്ട് 2 മാർഗ്ഗങ്ങളേ ഉള്ളൂ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് കുതിരപ്പുറത്ത് മുകളിലോട്ട് പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാൽനടയായിട്ട് നടന്ന് കഷ്ടപ്പെട്ട് ട്രക്ക് ചെയ്ത് മുകളിലോട്ട് പോകാം. ഞങ്ങൾ കുതിരപ്പുറത്തായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പ്രദേശത്ത് നിന്നാണ്, ഇത് എൻ്റെ വീഡിയോ തന്നെയാണ്, ഞാൻ എടുത്തതാണ്. ഈ ഒരു പ്രദേശത്ത് നിന്നാണ് നമ്മൾ ആ ഒരു കുതിരയാത്ര ആരംഭിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് നമ്മൾ കയറുന്നത് ഒരു മലയിലേക്കാണ്. മലയെന്ന് പറഞ്ഞാൽ നേരെ ഇങ്ങനെ കയറിപ്പോകുന്ന ഒരു പാതയല്ല, മറിച്ച് വളഞ്ഞും പുളഞ്ഞുമുള്ള വളരെയേറെ ദുർഘടം പിടിച്ച പാതയാണ്. ഈ ഒരു പാതയുടെ നീളം എന്നുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ദൂരം എന്നുള്ളത് ഏകദേശം 5 കിലോമീറ്ററിന് മുകളിൽ വരും. അപ്പോൾ അത്രയും നേരം നമ്മൾ കുതിരപ്പുറത്ത് യാത്ര ചെയ്താൽ മാത്രമേ മുകളിലെത്തത്തുള്ളൂ. ഇനി ഈ ഒരു പാതയെ പറ്റി പറയുവാണെങ്കിൽ, ഞങ്ങൾ പോയ സമയത്ത് മഞ്ഞൊക്കെ വീണ് മൊത്തം മഞ്ഞുരുകി വെള്ളമായിട്ട് മൊത്തം ചെളിയായിട്ട് കിടക്കുകയായിരുന്നു. അതായത് കാൽനടയായിട്ട് വരുന്നവർക്ക് പോലും, ഒരു പുതിയതായിട്ട് വരുന്ന ഒരു യാത്രികന് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല. അപ്പോൾ അവരൊക്കെ വഴിയിൽ കുതിരയുടെ സഹായം തേടുന്നതായിട്ട് ഞാൻ പിന്നീട് കണ്ടിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഒരുപാട് കയറ്റങ്ങളും ഇറക്കങ്ങളുമായിട്ട് അത്രത്തോളം ദുർഘടം പിടിച്ച വളഞ്ഞും പുളഞ്ഞും കിടക്കുന്ന ഒരു പാതയാണ് ഈ മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് വിളിക്കുന്ന സ്പോട്ടിലേക്കുള്ളത്. അതായത് നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെയാണ് നമ്മുടെ ടൗൺ വരുന്നത്, ഇവിടെയാണ് നമ്മളുടെ മിനി സ്വിറ്റ്സർലാൻഡ് വരുന്നത്. പക്ഷേ ഇവിടുന്ന് ഇങ്ങനെ വളഞ്ഞ് ഒരുപാട് ദൂരം സഞ്ചരിച്ച് മാത്രമേ നമുക്ക് ഇതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കത്തുള്ളൂ. ഏപ്രിൽ 22-ാം തീയതി ചൊവ്വാഴ്ചയും സമാനമായിട്ട് ഒരുപാട് യാത്രികർ, ടൂറിസ്റ്റേഴ്സ് കാശ്മീരിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഈ പെഹൽഗാമിലെ മിനി സ്വിറ്റ്സർലാൻഡിലേക്ക് കുതിരപ്പുറത്തും ചിലവർ നടന്നും ഒക്കെ കയറി വരികയാണ്. എന്തായാലും അവരവിടെ ഉല്ലസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചിലവർ സിപ്പ് ലൈൻ ഉപയോഗിക്കുന്നുണ്ട്, ചിലവർ മറ്റേ ഒരു ട്രാൻസ്പെറൻറ്റ് ബോളില്ല അതിൻ്റെ അകത്ത് കയറിയിട്ട് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ഈ സ്പോട്ടിന് ചുറ്റും ഒരുപാട് പൈൻ മരങ്ങളാണുള്ളത്. പൈൻ മരങ്ങളുടെ കാടാണ് ഇതിന് ചുറ്റുമുള്ളത്. എന്തായാലും ഇവരിങ്ങനെ ഉല്ലസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ പൈൻ മരങ്ങളുടെ ആ ഒരു കാട്ടിൽ നിന്നും 4 മുതൽ 6 വരെ വരുന്ന തീവ്രവാദികൾ
വരികയാണ്. അവരുടെ കയ്യിൽ AK-47 M4 കാർബൈൻസ് എന്ന് പറയുന്ന ഗണ്ണുകളായിരുന്നു ഉണ്ടായിരുന്നത്. അവർ വരുന്നത് ഒരു കമോഫ്ലാഷ് വസ്ത്രത്തിലാണ്, അതായത് ഒരു ആർമി എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള വസ്ത്രം ധരിച്ചാണ് അവരങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ആ തീവ്രവാദികൾ പലരായിട്ട് ഈ വിനോദസഞ്ചാരികളുടെ നേരെ നടന്നെടുക്കുകയും അവരോട് ചോദിച്ച കാര്യം എന്തെന്നാൽ, അതെന്തിനു വേണ്ടിയാണ് ചോദിച്ചതെന്ന് പറഞ്ഞാൽ അവരുടെ മതം സ്ഥിരീകരിക്കാനായിരുന്നു. അതായത് നിങ്ങളുടെ പേരെന്താണ്, അതുപോലെ കലിമ എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക് വേഴ്സസ് ഉണ്ട്, അത് ചൊല്ലാൻ ആവശ്യപ്പെടുകയാണ്. ഇതൊക്കെ കൃത്യമായിട്ട് നമ്മളുടെ മലയാളിയായിട്ടുള്ള ഒരു മലയാളി ഇതിൻ്റെ അകത്ത് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു, N. രാമചന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ മകളായിരുന്നു കൂടെ ഉണ്ടായിരുന്ന, മകളടക്കം പറഞ്ഞ കാര്യമാണ് കേട്ടോ. അതിലേക്കൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. എന്തായാലും മതം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങൾ അവരവിടെ ചെയ്യുകയാണ്. അവർ ഇസ്ലാം അല്ല എന്ന് കണ്ടപ്പോൾ അവരെയൊക്കെ വെടിവെച്ച് കൊല്ലുകയാണ്. വെടിവെക്കുമ്പോൾ പെട്ടെന്നാണ് ആൾക്കാർ തിരിച്ചറിഞ്ഞ് ചിതറി ഓടാൻ ശ്രമിക്കുകയാണ്. ചിതറി ഓടുന്ന വഴിക്ക് ഇവരെ എല്ലാം ഗൺ പോയിന്റിലാക്കിയിട്ട് അങ്ങോട്ട് മാറ്റുകയാണ്. എന്നിട്ട് ഇവരോടെല്ലാം സെയിം ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അതായത് മതം സ്ഥിരീകരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുകയാണ്. അങ്ങനെ തീവ്രവാദികൾ ആവശ്യപ്പെട്ട പ്രകാരം ഈ കലിമ പോലുള്ള കാര്യങ്ങൾ ചൊല്ലാൻ പറ്റാത്ത അമുസ്ലിങ്ങളായിട്ടുള്ള വ്യക്തികളെ ഇവർ ദാരുണമായിട്ട് വെടിവെച്ച് കൊല്ലുകയാണ്. വെടിവെച്ച് കൊന്നത് എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ ആ ഫോട്ടോയും വീഡിയോസും ഒക്കെ കണ്ടതാണ്. പോയിന്റ് ബ്ലാങ്കിലായിരുന്നു ഈ മെഷീൻ ഗണ്ണിൽ നിന്ന് വെടിവെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് AK-47 തൊട്ടടുത്ത് പിടിച്ച് വെടിവെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ അവരുടെ തല, ഞാൻ ആ ഫോട്ടോയും വീഡിയോസും കണ്ടു, തല ഇങ്ങനെ പൊട്ടി ചിന്നി ചിതറി കിടക്കുകയാണ്. അവരുടെ നെറ്റിയെ വെടിവെക്കുന്നുണ്ട്, ചെവിയുടെ പുറകിൽ വെടിവെക്കുന്നുണ്ട്, തലയ്ക്ക് പുറകിൽ വെടിവെച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അതായത് നെറ്റിയാലൊന്നും ഇതില്ല, തലയുടെ പുറകിൽ നിന്ന് പൊട്ടി ഇങ്ങനെ ചോര ഒലിച്ച് കഷ്ണങ്ങളായിട്ട് കിടക്കുന്ന വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അത്രയും നിഷ്ഠൂരമായിട്ട് പൈശാചികമായിട്ട് അവിടെ വന്ന സാധാരണക്കാരായിട്ടുള്ള ടൂറിസ്റ്റേഴ്സിനെ അവരൊരു കുറ്റവും ചെയ്തില്ല, അവർക്കൊന്നും അറിയത്തുമില്ല. അവർ ഇവരോട് യുദ്ധം ചെയ്യാൻ പോയവരല്ല, അവർ പ്രശ്നക്കാരുമല്ല, സാധാരണ നമ്മളെപ്പോലെ, നമ്മളുടെ സാധാരണ കുടുംബങ്ങളെ പോലെ അങ്ങോട്ട് എത്തിയവരാണ്. അവരെ നിർദ്ദാരണം ഈ നരാധമന്മാർ വെടിവെച്ച് കൊല്ലുകയാണ്. ഈ ഓട്ടോമാറ്റിക് റൈഫിൾസിൽ നിന്നായിട്ട് ആ നരാധമന്മാർ 70 റൗണ്ട് വെടിയുതിർത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു ആക്രമണത്തിൽ 28 പേര് നിർദ്ദാരണമായിട്ട് കൊല്ലപ്പെടുകയാണ്. അതായത് സുഖമായിട്ടുള്ള മരണമൊന്നുമല്ല, തലയോട് പൊട്ടി തലയുടെ പുറകിൽ പൊട്ടിക്കിടക്കുന്ന ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ്. അത് കണ്ടാൽ മനസ്സിലാവും എത്ര ദാരുണമായിട്ടാണ് ഈ ഭീകരന്മാർ, ഈ പൈശാചികന്മാർ അവരെ കൊന്നത് എന്ന്. അപ്പോൾ 28 പേർക്ക് ജീവൻ പൊലിഞ്ഞു. അതിൽ 2 പേര് വിദേശികളാണ്, ഒരാൾ നേപ്പാളിൽ നിന്നും ഒരാൾ UAE നിന്നും, 2 പേര് കാശ്മീരികളാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും മതം നോക്കി കൊല്ലുവാണെങ്കിൽ കാശ്മീരിലുള്ള മുസ്ലിംസിനെ എന്തിനു കൊല്ലണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമല്ലേ. അപ്പോൾ ആ വിക്ടിംസിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പക്ഷേ അതിനു മുമ്പേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്, ആർക്കാണ് ഇത്രയും പൈശാചികമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള ഒരു കൃത്യം ചെയ്യാൻ സാധിക്കുന്നത്. നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യരെ ഏറ്റവും നിഷ്ഠൂരമായിട്ട് വധിച്ച ഈ നരാധമന്മാർ ആരാന്ന് നമുക്കറിയണമല്ലേ. മറ്റാരുമായിരുന്നില്ല, ഈ സംഭവം നടന്ന് ഏകദേശം കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു സംഘടന മുന്നോട്ട് വരികയാണ്. TRF എന്ന് ചുരുക്കി വിളിക്കാം. ഇതെന്നുള്ളത് ഇസ്ലാമിക ഭീകരവാദ സംഘടനയായിട്ടുള്ള ലഷ്കർ ഇ തൊയ്ബയുടെ ഒരു പുതിയ മുഖം മാത്രമാണ്. അവരുടെ തന്നെ ഒരു വിങ്ങാണ് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത് ചെയ്യാൻ കാരണമായിട്ട് ഇവർ പറയുന്ന ചില കാരണങ്ങളുണ്ട്. ഒന്നോർക്കുക, ഇന്ത്യ സ്വതന്ത്രമായ ശേഷം ഒരുപാട് തീവ്രവാദ ആക്രമണങ്ങൾ ലഷ്കർ ഇ തൊയ്ബ നടത്തിയിട്ടുണ്ട്. അവർക്ക് പറയാൻ ഓരോരോ കാരണങ്ങളുണ്ടാകും. അൾട്ടിമേറ്റ്ലി അവർ പറയുന്നത് എന്താണ്, കാശ്മീർ സ്വതന്ത്രമാക്കണം, കാശ്മീർ പാകിസ്ഥാനോടൊപ്പം ചേരണം എന്നുള്ളത് തന്നെയാണ് ഇവരുടെ എല്ലാം അൾട്ടിമേറ്റ് ലക്ഷ്യം എന്നുള്ളത്. എന്തായാലും ഈ ഒരു ആക്രമണം നടത്താനായിട്ട് അവർ സ്പെസിഫിക്കലി ഒരു കാരണം എടുത്തു പറയുന്നുണ്ട്. വർഷം 2019 ആർട്ടിക്കിൾ 370 റദ്ദാക്കി കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞു. അതായത് കാശ്മീരിനെ നമ്മുടെ തന്നെ ഒരു ഭരണഘടനയുടെ ഭാഗമാക്കി മാറ്റി. അതിനു മുമ്പ് അവർക്ക് സ്വന്തമായിട്ട് ഭരണഘടനയും നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ. അതൊന്നുമല്ല, കാശ്മീർ നമ്മളുടെ ഭാഗമാണ്, ഇന്ത്യയുടെ ഭാഗമാണ്. നമുക്കും അവർക്കും വേണ്ടത് ഒരേ ഭരണഘടനയാണ്, ഒരേ നിയമമാണല്ലേ. അങ്ങനെ കണ്ടുകൊണ്ടാണ് അങ്ങനത്തെ ഒരു നടപടി കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം കാശ്മീർ ചരിത്രത്തിൽ ഇല്ലാത്തതുപോലെ ശാന്തമായി ഒരുപാട് ടൂറിസ്റ്റേഴ്സൊക്കെ വന്നു. ആ ടൂറിസ്റ്റ് ഭൂമിനെയൊക്കെ പറ്റിയിട്ട് നമുക്ക് അവസാനത്തെ സെഷനിൽ പറയാം. കാരണം ഇത് കാശ്മീരികൾക്ക് തന്നെയാണ് ഏറ്റവും പ്രശ്നമായി മാറുന്നത്. എന്തായാലും ഒരുപാട് മാറ്റങ്ങളാണ് കാശ്മീരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വികസന പ്രവർത്തനങ്ങളും റോഡുകളും മേൽപ്പാലങ്ങളും മാളുകളും ഒക്കെ വന്നു. പക്ഷേ ഇവർ പറയുന്നത് പ്രകാരം ഈ ആർട്ടിക്കിൾ 370 എടുത്തു മാറ്റിയ ശേഷം പുറത്തുനിന്നുള്ള ഒരുപാട് വ്യക്തികൾ, ഏകദേശം 85,000-ഓളം വ്യക്തികൾ കാശ്മീരിൽ വന്ന് കുടിയേറുകയാണ്. അത് അവിടുത്തെ ഡെമോഗ്രഫി, അതായത് നിലവിലെ ജനസംഖ്യാപരമായിട്ടുള്ള ആ ഒരു സ്ഥിതി ഉണ്ടല്ലോ, അത് മൊത്തത്തിൽ തകിടം മറിയുകയാണ്, അത് മൊത്തത്തിൽ മാറുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ആക്രമണം നടത്തുന്നത് എന്നാണ് ഈ നരാധമന്മാർ പറഞ്ഞത്. ലഷ്കർ ഇ തൊയ്ബയ്ക്ക് ഓരോ കാരണങ്ങളാണല്ലോ ഓരോ കാലഘട്ടത്തിലും. അൾട്ടിമേറ്റ്ലി എല്ലാ രാജ്യങ്ങളിലുമുള്ള തീവ്രവാദികളുടെ ഒരേ ലക്ഷ്യം നോക്കുകയാണെങ്കിൽ അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുണ്ടല്ലോ, ആ ജനതയെ അന്ധകാരത്തിൽ തന്നെ ഇടാനാണ് ഇവർ ലക്ഷ്യം വയ്ക്കുന്നത്. അവർക്കിപ്പോൾ മെച്ചപ്പെട്ട വരുമാനം കിട്ടുന്നുണ്ട്. കാശ്മീരിൻ്റെ GDPയിൽ വലിയ വളർച്ച ഉണ്ടാകുന്നുണ്ട്. ഒരുപാട് പുരോഗമനങ്ങളും ഒരുപാട് ഡെവലപ്മെൻറ്റ്സും മേൽപ്പാലങ്ങളും പാലങ്ങളും ഒരുപാട് കൺസ്ട്രക്ഷൻസ്, സ്കൂൾ, കോളേജ് എല്ലാം ഉണ്ടാകുന്നുണ്ട്.
ഇതൊന്നും ഇവർക്ക് പറ്റൂല. എങ്ങനെയാണോ പണ്ടുണ്ടായിരുന്നത് അതിലേക്ക് വീണ്ടും ആ ജനതയെ തള്ളിയിടണം. ഇതാണ് തീവ്രവാദികളുടെ ലക്ഷ്യം. എന്തായാലും നമ്മൾ മറ്റു പല കാര്യങ്ങൾ പറഞ്ഞു പോയി. ഇതിൻ്റെ പിന്നിൽ ഒരു മാസ്റ്റർ ബ്രെയിൻ ഉണ്ടാകും. എല്ലാ തീവ്രവാദി ആക്രമണത്തിനും ഒരു തലവനുണ്ടാകുമല്ലോ. ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നത് സെയ്ഫുള്ള കസൂരി എന്ന് പറയുന്ന ലഷ്കർ ഇ തൊയ്ബയുടെ ഒരു തലവനാണ്. അയാൾ പാകിസ്ഥാനിൽ ഇരുന്നു കൊണ്ടാണ് ഈ ഒരു ആക്രമണം ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ പുറത്തു വരുന്ന മറ്റൊരു വാർത്തയുണ്ട്. അതായത് ലഷ്കർ ഇ തൊയ്ബ മാത്രം വിചാരിച്ച് നടപ്പിലാക്കിയ ഒന്നല്ല, മറിച്ച് പാകിസ്ഥാൻ ആർമിയുടെയും അതുപോലെ തന്നെ പാകിസ്ഥാൻ രാജ്യത്തിൻ്റെ ചാരസംഘടനയുണ്ടല്ലോ ISI, തീവ്രവാദ സംഘടനയെ തെറ്റിദ്ധരിക്കരുത്. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ചാരസംഘടന ഏതാണ്, റോ ആണല്ലേ. അതുപോലെ തന്നെ ISI ആണ് അവർക്കുള്ളത്. ഈ ISIയുടെയും പാകിസ്ഥാൻ ആർമിയുടെയും മിലിറ്ററിയുടെയും സഹായത്തോടെയാണ് തീവ്രവാദികൾ ഈ ഓപ്പറേഷൻ നടപ്പിലാക്കിയിട്ടുള്ളത് എന്നുള്ള ഇൻ്റലിജൻസ് ന്യൂസൊക്കെ വരുന്നുണ്ട്. ഇവിടെ 4 മുതൽ 6 വരെ വരുന്ന തീവ്രവാദികളാണ് ഈ ഒരു കൃത്യം നടത്തിയത്. അതിൽ 4 പേരുടെ ഫോട്ടോസ് ഇന്ത്യൻ ഔദ്യോഗിക വൃത്തങ്ങൾ പുറത്തുവിട്ടിട്ടുമുണ്ട്. ഇതിൻ്റെ അകത്ത് 3 പേര് വിദേശികളാണ്, അതായത് പാകിസ്ഥാനിൽ നിന്നോ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ ഉള്ളവരാണ്. ഇതിൻ്റെ അകത്ത് ഒരാളെന്നുള്ളത്, അതായത് ആസിഫ് എന്ന പേരുള്ള ഒരു വ്യക്തി നേരത്തെ പാകിസ്ഥാൻ ആർമിയിൽ പ്രവർത്തിച്ച ഒരു പട്ടാളക്കാരനാണ്. അതുകൊണ്ട് തന്നെ പട്ടാളക്കാരുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ട്. അതിനുശേഷമാണ് ഇവനൊക്കെ തീവ്രവാദത്തിലേക്ക് ഇറങ്ങുന്നത്. ഇനി ഒരു കാര്യം പറയട്ടെ, ഇതിൻ്റെ അകത്ത് ആദിൽ എന്ന് പറയുന്ന ഒരുത്തനുണ്ട്. അവൻ കാശ്മീരിൽ നിന്ന് തന്നെയുള്ള ഇന്ത്യക്കാരനാണ്. കാശ്മീരി എന്നല്ലല്ലോ പറയേണ്ടത് അല്ലേ, ഇന്ത്യക്കാരൻ തന്നെയാണ് ഈ ആൾക്കാരെയൊക്കെ വെടിവെച്ച് കൊല്ലാനുണ്ടായിരുന്നത്. നമ്മൾ 2019 പുൽവാമ ഭീകരാക്രമണം നോക്കുകയാണെങ്കിലും അത് ആദിൽ അഹമ്മദ് ദർ എന്ന് പറയുന്ന ആ ചുറ്റുവട്ടത്തുള്ള ഒരു 22 വയസ്സുള്ള പയ്യൻ തന്നെയായിരുന്നു നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ പാകിസ്ഥാനിൽ ഇരുന്ന് പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തൊയ്ബ പോലുള്ള സംഘടനകളാണ് കാശ്മീരിലുള്ള സാധാരണക്കാരുള്ള ചെറുപ്പക്കാരെ അവരുടെ മനസ്സിലേക്ക് തീവ്രവാദാശയങ്ങൾ കുത്തിവെച്ച് അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് റിക്രൂട്ട് ചെയ്ത് ഇന്ത്യക്കെതിരായിട്ട് തന്നെ ഭീകരവാദ ആക്രമണം നടത്താനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവരാണ് പ്രശ്നം. ഈ പാകിസ്ഥാനിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന LET എന്നൊക്കെ പറയുന്നത് ഭയങ്കര വിഷയമാണ്. നമ്മുടെ നാട്ടിലും ഒരു LETയുടെ ആളുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ലഷ്കർ ഇ തൊയ്ബയുടെ സൗത്ത് ഇന്ത്യൻ കമാൻഡർ ഒരു മലയാളിയായിരുന്നു, തടിയൻ്റെ ഇവിടെ നസീർ. അപ്പോൾ എങ്ങനെയാണ് ഈ തീവ്രവാദ ആശയങ്ങൾ കുത്തി നിറയ്ക്കുകയാണ്, ഇതാണ് മതവിശ്വാസം എന്ന് പറഞ്ഞാൽ? അല്ല, മതവിശ്വാസവും തീവ്രവാദ ആശയങ്ങൾ രണ്ടും ഡിഫറൻ്റാണ്. നമ്മളെല്ലാം മതവിശ്വാസികളാണ് എന്നിട്ട് നമുക്കിതെല്ലാം തോന്നുന്നുണ്ടോ? ഇല്ല. അവരെ ഈ തീവ്രവാദികൾ തന്നെ ബ്രെയിൻ വാഷ് ചെയ്ത് മനസ്സിലേക്ക് കുത്തി നിറച്ച് ആശയങ്ങൾ നിറയ്ക്കും. ഇതാണ് ശരി, ഇങ്ങനെ ചെയ്താൽ മാത്രമേ ദൈവത്തിൻ്റെ പാതയിൽ പോകാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് അവരെ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. ഇനി ഇതിൽ ജീവൻ നഷ്ടപ്പെട്ടവരെ പറ്റി പറയുവാണെങ്കിൽ 28 പേരാണ് മരിച്ചത്. അതിൽ 2 പേര് വിദേശികളാണ്. ഒരാൾ നേപ്പാളിൽ നിന്നും ഒരാൾ UAE നിന്നുമാണ്. ബാക്കി 26 പേരിൽ 2 പേര് കാശ്മീരികളാണ്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്, അല്ല, നിങ്ങൾ പറഞ്ഞ കഥ പ്രകാരമാണെങ്കിൽ കാശ്മീരികളായിട്ടുള്ള ഈ 2 മുസ്ലിങ്ങളായിട്ടുള്ള ചെറുപ്പക്കാരെ ആ തീവ്രവാദികൾ കൊല്ലേണ്ട കാര്യമില്ലല്ലോ, മുസ്ലിം ആണെന്ന് പറയുമ്പോൾ അവരെ വെറുതെ വിടത്തില്ല എന്നായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും ഈ 2 പേരെയും അവരുടെ പേരും വിവരങ്ങളും ചോദിച്ച ശേഷം വെറുതെ വിട്ടതായിരുന്നു. പക്ഷേ ഈ 2 പേരുടെ മനസ്സിലെ നന്മ കൊണ്ട് മാത്രം, അവരത്രത്തോളം നല്ല വ്യക്തികളായിരുന്നു, മറ്റുള്ളവരെ സഹായിക്കണമെന്ന് ആഗ്രഹിച്ച വ്യക്തികളായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അവർക്ക് ജീവൻ കൊടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അവരെ രാജ്യം ആദരിക്കേണ്ട വ്യക്തികൾ കൂടെയാണെന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. അതായത് നമ്മൾ കുതിരപ്പുറത്ത് മുകളിലോട്ട് പോകുമ്പോഴേക്കും നമ്മുടെ കൂടെ ആ ഒരു കുതിരയുടെ ജീവനക്കാരൻ വരും. മുതലാളി വേറെ ആയിരിക്കും, ജീവനക്കാരുണ്ടാവുമല്ലോ. ഈ ജീവനക്കാർ ആണ് കുതിരയെ പിടിച്ചുകൊണ്ടൊക്കെ നമ്മളുടെ കൂടെ നടന്ന് മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവർക്ക് അത്യാവശ്യം നല്ല വരുമാനം ഇതിൽ നിന്ന് ലഭിക്കും. പ്രത്യേകിച്ച് ടൂറിസ്റ്റേഴ്സൊക്കെ ഒരുപാട് വന്നു തുടങ്ങിയ ശേഷം നല്ല പൈസയും അവരുടെ ജീവിത രീതിയൊക്കെ നല്ലതുപോലെ മെച്ചപ്പെടുന്നുണ്ട്. ഇതിൽ മരണപ്പെട്ട ഒരു വ്യക്തിയുടെ കഥ കൃത്യമായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. സയ്യിദ് ആദിൽ ഹുസൈൻ അല്ലേ. സയ്യിദ് ആദിൽ ഹുസൈന് പ്രായമായിട്ടുള്ള 2 മാതാപിതാക്കളും ഭാര്യയും മക്കളൊക്കെ ഉണ്ടായിരുന്നു. ഏക വരുമാനം ഈ മകൻ മാത്രമായിരുന്നു. അങ്ങനെ സയ്യിദ് ഹുസൈന് സഞ്ചാരികളുമായിട്ട് താഴത്തെ ടൗണിൽ നിന്ന് ഈ മുകളിലോട്ട് സ്വിറ്റ്സർലാൻഡിലേക്ക് എത്തുകയാണ്. അപ്പോൾ തീവ്രവാദി ആക്രമണം നടക്കുകയാണ്. ആദിൽ ഹുസൈനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കാശ്മീരിയാണെന്ന് ഉറപ്പാക്കി ആദിൽ ഹുസൈനെ വിടുകയാണ്. പക്ഷേ ആദിൽ തൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്ന, താൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന സഞ്ചാരികളുണ്ടല്ലോ, അവരെ അവിടെ ഇട്ടിട്ട് പോകാൻ തയ്യാറല്ലായിരുന്നു. അതിൽ അങ്ങോട്ട് തീവ്രവാദികളുടെ അടുക്കിലേക്ക് സധൈര്യം ചെന്ന് പറഞ്ഞു, ഇവരെൻ്റെ കൂടെ വന്നവരാണ്, ഇവരെ ഒന്നും ചെയ്യരുത്, ഇവരെ വെറുതെ വിടണമെന്ന് പറയുകയാണ്. അപ്പോൾ തീവ്രവാദികൾ കേട്ടില്ല. ഉടൻ തന്നെ അവിടെ ഒരു കശപിശ ഉണ്ടാകുകയാണ്. ആദിൽ ഇവരുടെ റൈഫിൾ പിടിച്ചു വാങ്ങാനായിട്ട് ശ്രമിക്കുകയാണ്. കാരണം അതാണല്ലോ ഏറ്റവും വലിയ ഭീഷണിയായിട്ടുള്ളതല്ലേ. അങ്ങനെ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ, അതായത് തൻ്റെ കൂടെ താൻ കൊണ്ടുവന്ന യാത്രക്കാരാണ്, അവരെ സുരക്ഷിതമായിട്ട് തനിക്ക് തിരികെ അവിടെ എത്തിക്കുകയും വേണമല്ലേ, ആ നന്മയുള്ള മനസ്സുകൊണ്ട് മാത്രം ഈ ഒരു അറ്റംപ്റ്റിൽ സയ്യിദ് ആദിൽ ഹുസൈന് വെടിയേൽക്കുകയാണ്. മറ്റൊരു കുതിരക്കാരനും സമാനമായിട്ട് വെടിയേൽക്കുകയാണ്. ഇവരെ 2 പേരെയും നേരത്തെ വെറുതെ വിട്ടതാണ്. പക്ഷേ തങ്ങൾ കൊണ്ടുവന്ന ആൾക്കാരല്ലേ, തങ്ങൾക്ക് അതിൻ്റെ ഉത്തരവാദിത്തമില്ലേ? അവർ മരണപ്പെട്ടിട്ട് എനിക്ക് പിന്നെ എന്താണ് മനസ്സമാധാനം കിട്ടുക? എനിക്ക് അവരെ തിരികെ കൊണ്ടാക്കണമെന്നുള്ള ആ നന്മയുള്ള ഒറ്റ ചിന്ത കൊണ്ട് മാത്രം. ഇതിവിടെ പറയാതിരിക്കാനും സാധിക്കില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ 2 പേര് അവിടെ മരണപ്പെടുന്നത്, കാശ്മീരികളായിട്ടുള്ള വ്യക്തികൾ. ബാക്കി 24 പേരിൽ ഒരുപാട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വ്യക്തികളുണ്ട്. കേരള, കർണാടക, ഹരിയാന തുടങ്ങിയവയൊക്കെ. ഒരു കാര്യം നോക്കുവാണെങ്കിൽ നമ്മളുടെ ഒരു മലയാളി ഈ സംഭവത്തിൽ ദാരുണമായിട്ട് കൊല്ലപ്പെടുന്നുണ്ട്. N. രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരുപാട് കാലത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിലോട്ട് തിരികെ എത്തിയതാണ്. അങ്ങനെ കുടുംബമൊത്ത് ഒരു ഉല്ലാസയാത്ര പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അദ്ദേഹം പോയി. അദ്ദേഹത്തിൻ്റെ മകളുടെ മുമ്പിൽ വെച്ച്, അദ്ദേഹത്തിന് മകളുണ്ട്, മകളുടെ മക്കളുണ്ട്,
അപ്പോൾ ആ മകളുടെ മുമ്പ്, ആരതി എന്നാണ് മകളുടെ പേര്, മകളുടെ മുമ്പിൽ വെച്ച് ഇദ്ദേഹത്തോട് തീവ്രവാദികൾ കലിമ ചൊല്ലാൻ പറയുകയാണ്. അതായത് ഗൺഷോട്ട് കേട്ടിട്ട് ഇവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് ഒരു പൈൻ മരങ്ങളുടെ ഇടയിലേക്കൊക്കെ. പക്ഷേ അങ്ങോട്ട് തീവ്രവാദികൾ വന്നിട്ട് മുകളിലോട്ടോ മറ്റു വെടിവെച്ച് ഇവരെ അവിടെ ഫ്രീസാക്കി നിർത്തുകയാണ്. അതിനുശേഷം ഇദ്ദേഹത്തോട്, രാമചന്ദ്രനോട് കലിമ ചൊല്ലാൻ പറയുകയാണ്. അദ്ദേഹത്തിന് ചൊല്ലാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ നിർദ്ദാരണം വെടിവെച്ച് കൊല്ലുകയാണ്. ഞാൻ വെടിവെച്ച് കൊന്നത് ഏത് രീതിയിലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ, എനിക്ക് ഇനിയും പറയാൻ താല്പര്യമില്ല. അപ്പോൾ ആ ഒരു മകളുടെ മുമ്പിലാണ് ഈ കൊലപാതകം നടത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മളുടെ ഒരു മലയാളി, നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ മറ്റൊരു മലയാളിയുടെ മനസ്സ്. അപ്പോൾ ആ കാഴ്ചയാണ് മകൾ കാണേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഈ സംഭവത്തിൽ നിന്ന് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഫോട്ടോ നമ്മളെല്ലാം കണ്ടിട്ടുണ്ടാകും അല്ലേ. ലഫ്റ്റനന്റ് വിനയ് നർവാളും ഭാര്യ ഹിമാൻഷിയാണ്. ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് വെറും 6 ദിവസം മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ വിനയ് നർവാൾ ജോലി ചെയ്യുന്നത്, ഹരിയാനക്കാരനാണ്, പക്ഷേ ജോലി ചെയ്യുന്നത് കൊച്ചി നേവൽ ബേസിലാണ്. നേവി ഉദ്യോഗസ്ഥനാണ്, അവിടുത്തെ ലെഫ്റ്റനന്റ് ആണ്. അപ്പോൾ ഹണിമൂൺ യാത്രയ്ക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് പോയതായിരുന്നു. അദ്ദേഹത്തെയും ഇവർ വധിക്കുകയാണ്. അതുപോലെ മറ്റൊരു ഇൻ്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥനെ വധിക്കുന്നുണ്ട്, ശുഭം ദ്വിവേദി. അവർ 2 മാസം മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. ഭാര്യയുടെ മുമ്പിൽ വെച്ച് വധിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് കഥകൾ പറയാനുണ്ട് ഓരോരുത്തർക്കും. എല്ലാവരും കുടുംബങ്ങളാണ്, നമ്മളെപ്പോലെ തന്നെ ഒരുപാട് കുടുംബങ്ങളും ഒക്കെ ആയിട്ട് വന്നവരാണ്. അവരുടെയൊക്കെ അവസ്ഥ പരിതാപകരമാണ് സത്യം പറയുവാണെങ്കിൽ. ഇതിൽ ഏറ്റവും എന്നെ ഹോണ്ട് ചെയ്ത, അതായത് നമ്മുടെയൊക്കെ മനസ്സിൽ ഭയങ്കര ഒരു മുറിവുണ്ടാക്കിയ ഒരു ഫോട്ടോ എന്നുള്ളത് ലഫ്റ്റനന്റ് വിനയ് നർവാളിൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ അടുക്കൽ വിങ്ങിപ്പൊട്ടാതെ ഇങ്ങനെ ആ മൗനമായിട്ടിരിക്കുന്ന ഭാര്യ ഹിമാൻഷി ഉണ്ടല്ലോ, അതൊരിക്കലും മനസ്സിൽ നിന്ന് പോകുന്ന ഒന്നുമല്ല. ഇനി ഈ സംഭവങ്ങൾക്ക് നേരെയുള്ള ഔദ്യോഗികമായിട്ടുള്ള പ്രസ്താവനകൾ നോക്കുകയാണെങ്കിൽ, ഈ സംഭവം നടക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദി സൗദി അറേബ്യയിൽ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി പോയിരിക്കുമായിരുന്നു. സംഭവം അറിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ ബാക്കി മീറ്റിങ്ങുകളെല്ലാം ക്യാൻസൽ ചെയ്ത് പെട്ടെന്ന് തന്നെ ഇന്ത്യയിലേക്ക് വരികയാണ്. സംഭവം അറിഞ്ഞ ഉടനെ അദ്ദേഹം ട്വിറ്ററിൽ തൻ്റെ അഭിപ്രായം പങ്കുവയ്ക്കുന്നുണ്ട്. ഒരുത്തരം വെറുതെ വിടത്തില്ല, നിങ്ങൾ എത്രയൊക്കെ ഭീകരവാദം സ്പ്രെഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ ഈവിൾ അജണ്ട ഒന്നും ഇവിടെ നടപ്പാകത്തില്ല, നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായിട്ട് തന്നെ തീവ്രവാദത്തിനെതിരെ നിലകൊള്ളുമെന്നുള്ള കാര്യമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് രാജ്നാഥ് സിംഗ്, അതായത് ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് പറയുന്നുണ്ട്, ഹോം മിനിസ്റ്റർ അമിത്ഷാ സമാനമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഒക്കെയാണ് പറയുന്നത്. അതായത് പാകിസ്ഥാനിൽ ഈ ഒരു തീവ്രവാദികളെ മൊത്തം ഉന്മൂലനം ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇന്ത്യയുടെ ചരിത്രം അങ്ങനെ തന്നെയാണ്. പാകിസ്ഥാൻ, നമ്മളൊരിക്കലും അങ്ങോട്ട് യുദ്ധത്തിന് പോകാറില്ല, പക്ഷേ ഇങ്ങോട്ട് ആക്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നല്ലത് തിരിച്ചു കൊടുത്തിട്ട് തന്നെ ഉള്ളൂ. അങ്ങനത്തെ ചരിത്രമേ ഇന്ത്യക്കുള്ളൂ. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഈ നടപടികളെ പറ്റിയിട്ടുള്ള വീഡിയോ നെക്സ്റ്റ്, അത് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം എന്തായാലും. അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളും അനുശോചനം പ്രകടിപ്പിച്ചിട്ടുണ്ട്. റഷ്യൻ പ്രസിഡൻ്റായിട്ടുള്ള വ്ളാഡിമിർ പുടിൻ, അതുപോലെ US പ്രസിഡൻ്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ്, UK തുടങ്ങി ഒരുപാട് രാജ്യങ്ങളൊക്കെ തന്നെ ഇതിൽ അപലപിച്ചുകൊണ്ട് നമുക്ക് അനുശോചനം അറിയിച്ചിട്ടുണ്ട്. ശക്തമായിട്ട് കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇൻ്റർനാഷണലി നാഷണലി ഉള്ള അഭിപ്രായ പ്രകടനങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങളും. പക്ഷേ ഇനി നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് കാശ്മീരിൻ്റെ അവസ്ഥയെ പറ്റിയിട്ടാണ്. അതായത് എല്ലാ തീവ്രവാദികളും സ്വീകരിക്കുന്ന ഒരു രീതിയുണ്ട്, ജനങ്ങളെ തന്നെ ബ്രെയിൻ വാഷ് ചെയ്യും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്, ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കുക, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പോരാടുമെന്നൊക്കെ പറഞ്ഞിട്ട്. സത്യത്തിൽ അതാണോ ചെയ്യുന്നത്? അല്ല. ഇവരിപ്പോൾ ചെയ്തത് എന്താണ്? കാശ്മീരിൽ ടൂറിസം ഒക്കെ തടയണം, ആൾക്കാർ വരുന്നത് തടയണം, ഒക്കെ തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെയാണ് ഇവർ ചെയ്തിരിക്കുന്നത് അല്ലേ. നമ്മൾ മനസ്സിലാക്കേണ്ടത് 2024 മാത്രം കാശ്മീരിൽ ഏകദേശം 3.5 മില്യൺ ടൂറിസ്റ്റേഴ്സാണ് എത്തിയിട്ടുള്ളത്. ഞാൻ കാശ്മീരിൽ പോയതുകൊണ്ടറിയാം, ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത്, അതായത് ടൂറിസത്തെ ആശ്രയിച്ചുകൊണ്ട് മാത്രം ഒരുപാട് പേരാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇത്രയും കാലം അതില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം ഇത് വലിയൊരു ബൂമാണ് ഉണ്ടായിട്ടുള്ളത്. G20 ഉച്ചകോടിയുടെ മീറ്റിംഗ് പോലും കാശ്മീരിൽ വെച്ച് നടത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റേഴ്സ് അങ്ങോട്ട് പോവുകയാണ്. കാരണം ഈ ആർട്ടിക്കിൾ 370 എടുത്തു മാറ്റിയ ശേഷം കാശ്മീർ പണ്ടത്തതിനേക്കാളൊക്കെ ഒരുപാട് ശാന്തമായി, എല്ലാ അക്രമങ്ങളെയും ഒക്കെ തന്നെ നമ്മുടെ കേന്ദ്ര സേനകൾ അടിച്ചൊതുക്കി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ കാശ്മീരിൽ പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. ഞാൻ പോയ വ്യക്തിയായതുകൊണ്ട് പറയാം. അവിടെ ഈ നമ്മൾ മഞ്ഞത്തിടാനുള്ള ഷൂ ഇല്ല, അത് വാടകയ്ക്ക് കൊടുത്ത് മാത്രം ദിവസം നല്ല വരുമാനം ഉണ്ടാക്കുന്ന വ്യക്തികളുണ്ട്. ഒരു ജോഡി ഷൂസ് കുറച്ച് നേരത്തേക്ക് ഇടാനായിട്ട് 100, 150, 200 രൂപയ്ക്കാണ് മേടിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം അവർക്ക് എത്ര പേരെ കിട്ടുന്നു? അപ്പോൾ ഒരു ദിവസം തന്നെ എത്ര വരുമാനമാണ് അവർക്ക് വരുന്നത്? പ്രത്യേകിച്ച് ആദ്യത്തെ ഒരു മുതൽ മുടക്ക് മാത്രമേ ഉള്ളൂ, പിന്നീട് അങ്ങോട്ട് കംപ്ലീറ്റ് അത് ഒരു ബുദ്ധിമുട്ടില്ലാതെ വരുമാനം നേടുകയാണ്. ഈ കുതിരപ്പുറത്ത് കുതിരയുടെ ഓണേഴ്സ് ഉണ്ടാകും, കുതിരയുടെ ഒപ്പം നടക്കാനുള്ള ചിലപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കാം, അല്ലെങ്കിൽ യുവാക്കളൊക്കെ ആയിരിക്കാം. അതുപോലെ ഒരുപാട് ഹോം സ്റ്റേസ് ആണ് അവിടെ ഉള്ളത്. അവരുടെ വീടൊക്കെ ഇവർ ഹോം സ്റ്റേസ് ആക്കിയിട്ട് മാറ്റുകയാണ്, പുതിയ കാശൊക്കെ മുടക്കി പുതിയ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. കാശ്മീർ റിസോർട്ടുകളെക്കാളും കൂടുതലുള്ളത് ഹോം സ്റ്റേസ് ആണ്, അത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരുപാട് പേര്, ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, മറ്റ് കാശ്മീരി കലാവിരുതുകളുണ്ടല്ലോ, ഇപ്പോൾ കാശ്മീരി നെയ്ത്തരങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ തുന്നിയെടുക്കുന്നതൊക്കെ, കാശ്മീരി സിൽക്കുകൾ, അങ്ങനത്തെ തുടങ്ങിയ സാധനങ്ങളൊക്കെ വിറ്റ് ജീവിക്കുന്ന ആയിരക്കണക്കിനല്ല 10,000-കണക്കിന് മനുഷ്യർ അവിടെയുണ്ട്. ഇത് കാരണം കാശ്മീരിൻ്റെ GDP 7-8% നല്ലതുപോലെ കൂടുകയാണ്. ഇത്രയും കാലം അന്ധകാരത്തിലുണ്ടായിരുന്ന കാശ്മീരി ജനതയ്ക്ക് ഒരു മോചനം കിട്ടുകയാണ്. ഇതോടൊപ്പം തന്നെ ആ നാട്ടിൽ വലിയ വികസനങ്ങൾ വരികയാണ്, മേൽപ്പാലങ്ങൾ വരികയാണ്, മറ്റ് റോഡുകൾ അത്രത്തോളം മനോഹരമായിട്ട് മാറുകയാണ്. റോഡൊക്കെ അലങ്കരിച്ച് നല്ല രസമാണ് ഇപ്പോൾ കാണാനായിട്ട്.
അങ്ങനെ മൊത്തത്തിൽ മാറി. പുതിയ സ്കൂളുകൾ, പുതിയ കോളേജുകൾ, പുതിയ സർക്കാരിൻ്റെ സംഭവങ്ങൾ, പുതിയ പദ്ധതികൾ എല്ലാം അവിടെ ഗവൺമെൻറ് നടപ്പിലാക്കി കൊടുക്കുകയാണ്. അതായത് ആ ജനതയ്ക്ക് അന്ധകാരത്തിൽ നിന്ന് മോചനം ഉണ്ടായിട്ട് പതുക്കെ പതുക്കെ എല്ലാ കുട്ടികളും സ്കൂളിലേക്ക് പോയി തുടങ്ങി, അവർ വിദ്യാഭ്യാസം നേടുന്നു. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്ക്, നല്ല കാലഘട്ടത്തിലേക്ക് വരുമ്പോഴാണ് ഈ നരാധമന്മാർ ഈ ഒരു ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുക? അല്ല, അവർക്ക് എന്താണ് വേണ്ടത്? ഇനി ടൂറിസ്റ്റേഴ്സ് ഒന്നും അങ്ങോട്ട് വരരുത്, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് കാശ്മീരിനെ വീണ്ടും ആ ഒരു ഇരുട്ടിലേക്ക് തള്ളിവിടണമല്ലേ. ടൂറിസ്റ്റേഴ്സ് കാശ്മീർ വന്നില്ലെങ്കിൽ അത് ഏറ്റവും അനുഭവിക്കാൻ പോകുന്നത് കാശ്മീരി ജനത തന്നെയാണ്. ഒരു കാര്യം എടുത്ത് പറഞ്ഞോട്ടെ, നിങ്ങളെല്ലാം വിചാരിക്കുന്നത് എല്ലാ കാശ്മീരികളും ഇങ്ങനെയാണെന്നാണോ? അതൊരിക്കലുമല്ല. അത് പല സിനിമകളും പടച്ചുവിട്ട കാര്യം മാത്രമാണ്. ഞാൻ കാശ്മീരിൽ പോയിട്ട് ഒരാഴ്ച നിന്നിട്ടുള്ള വ്യക്തിയായിരുന്നു. അത്രത്തോളം സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും ഒക്കെ പെരുമാറുന്ന വളരെ നിഷ്കളങ്കരായിട്ടുള്ള വ്യക്തികളുള്ള സ്ഥലം കൂടിയാണ് കാശ്മീർ. അതിൽ ചില പുഴുക്കുത്തുകളുണ്ടാകാം, പക്ഷേ അത് വച്ചിട്ട് നമ്മൾ എല്ലാ കാശ്മീരികളും അങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ വെറും തെറ്റ് മാത്രമാണ്. അത്രത്തോളം നമ്മളെക്കാളൊക്കെ നിഷ്കളങ്കരായിട്ടുള്ള ഒരുപാട് മനുഷ്യരടക്കം അവിടെയുണ്ട്. ഈ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ഒറ്റുകൊടുക്കുന്നതിന് തുല്യമായിട്ടുള്ള പ്രവൃത്തിയാണ് ഈ തീവ്രവാദികൾ കാണിച്ചിട്ടുള്ളത്. വീണ്ടും ഇരുട്ടിലേക്ക് തള്ളിയിടുകയാണ്. ടൂറിസം ഇടിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പേര് വലിയ കഷ്ടത്തിലേക്കാണ് പോകാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ റിപ്പോർട്ടുകളുണ്ട്. അതായത് അടുത്ത കുറേ മാസങ്ങളായിട്ട് ബുക്ക് ചെയ്തിട്ടുള്ള റിസോർട്ടുകളും ഹോം സ്റ്റേസ് ആണ് മെയിനായിട്ടുള്ളത്. അതൊക്കെ ഉണ്ടാകുമല്ലോ, അതെല്ലാം ക്യാൻസൽ ചെയ്തു. എന്താണ് അവസ്ഥ? അവരുടെ എല്ലാ വരുമാനം നിലച്ചു. അവർ പുതിയ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് യാത്രക്കാരെ കാത്തിരിക്കുന്ന പാവം കശ്മീരികളാണ്. ഈ കുതിരകളെ കൊണ്ട് മുകളിലോട്ടെത്തിച്ച് അതിൽ നിന്ന് വരുമാനം കിട്ടിയിട്ട് കുടുംബം പുലർത്താനായിട്ടുള്ള ഒരുപാട് പേര് അങ്ങനെ ജീവിക്കുന്നുണ്ട്. അവരുടെ വരുമാനം നിലയ്ക്കുകയാണ്. മറ്റ് കരകൗശല വസ്തുക്കൾ വിറ്റ് ജീവിക്കുന്ന വ്യക്തികളുണ്ട്, അത് നിലയ്ക്കുകയാണ്. ഈ ടൂറിസ്റ്റ് സ്പോട്ടുകളെല്ലാം ചെറിയ മാഗിയാണ് ഇവിടുത്തെ, നമുക്ക് ഈ ഒരു തണുത്ത പ്രദേശങ്ങളിലേക്ക് പോയാൽ പ്രധാനമായിട്ടും തരുന്നതല്ല മാഗി, ചായ, ഖാവയുണ്ട്, കാശ്മീരി ഖാവയുണ്ട്. ഇതൊക്കെ വിറ്റ് ജീവിക്കുന്നത്, അതായത് ആ ഒരു കട്ടൻ ചായ പോലത്തെ വസ്തു വിറ്റ് മാത്രം ജീവിക്കുന്ന എത്ര പേരുണ്ടെന്ന് അറിയാവോ? ശിക്കാര വള്ളങ്ങൾ ശ്രീനഗറിലുള്ളത്, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗ്ഗമാണ് അവിടെയുള്ളവർക്ക്. ഇതെല്ലാം നിലയ്ക്കുകയാണ്. ആ ഒരു ജനതയെ ഈ കൊടും ഭീകരന്മാർ നാശത്തിലേക്ക് തള്ളിവിടുകയാണ്, കണ്ണീരിലാഴ്ത്തുകയാണ്. ഇത് തന്നെയാണ് ഈ തീവ്രവാദികൾക്ക് വേണ്ട ഒന്നാമത്തെ കാര്യം. പക്ഷേ രണ്ടാമത്തെ കാര്യം എന്താണ്? അതാണ് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് നമ്മളെല്ലാം ഭിന്നിപ്പിക്കുക, നമ്മുടെ ഉള്ളിലെല്ലാം വർഗീയത ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിലവർ വിജയിക്കുന്നുണ്ടെന്ന് ഇന്നലെയുള്ള പോസ്റ്റുകളും കമൻറ്റുകളും കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇവർക്ക് തീവ്രവാദം വളർത്തണം. അതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല ആശയം എന്താണ്? മതത്തിൻ്റെ പേരിലാണ് ആളെ കൊന്നതെന്ന് വരുത്തി തീർക്കുക. ഇവർ ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ചാണോ കൊന്നതെന്ന് നോക്കുകയാണെങ്കിൽ അവർ ചെയ്ത് അത് തന്നെയാണ്. പക്ഷേ അതിലൂടെ അവർ ലക്ഷ്യം വയ്ക്കുന്നത് എന്താണ്? അത് പറഞ്ഞിട്ട് ഇവിടെയുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലടിക്കുക എന്നൊരു അജണ്ട കൂടെ അവർക്കുണ്ട്. അതിന് നമ്മൾ വീണു പോകരുത്. അവർ തീവ്രവാദികളല്ലേ, രാജ്യദ്രോഹികളല്ലേ, രാജ്യത്തിനെതിരെ ഒന്നും അറിയാത്ത ജനങ്ങളെ, നമ്മളെ പോലുള്ള കുടുംബങ്ങളുള്ള നമ്മളൊക്കെ ഉല്ലാസയാത്ര പോവുകയാണ്. അപ്പോൾ ആരെങ്കിലും നമ്മളെ വെടിവെച്ച് കൊന്നു കഴിഞ്ഞാൽ എന്താ അവസ്ഥ? അപ്പോൾ രാജ്യം ഒറ്റക്കെട്ടായിട്ട് ജാതി മതഭേദമന്യേ നിലകൊള്ളേണ്ട ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ മുസ്ലിമും ഹിന്ദുവും പറഞ്ഞിട്ട് തമ്മിൽ തല്ലുന്നു. അവരുടെ അജണ്ട വിജയിച്ചു എന്ന് തന്നെ പറയാൻ പറ്റത്തുള്ളൂ. ഇത് തന്നെയാണ് അവർക്ക് വേണ്ടത്. നമ്മളെ ഭിന്നിപ്പിക്കുക, ഇവിടെ വർഗീയത ഉണ്ടാക്കുക, തീവ്രവാദം വളർത്തുക എന്നുള്ളത് തന്നെ. നിർഭാഗ്യവശാൽ അതവർക്ക് സാധിക്കുന്നുമുണ്ട്. പക്ഷേ ദേവി അതിൽ നമ്മൾ വീഴരുത്. അതിൽ അങ്ങനെ ചിന്ത പോയിട്ടുണ്ടെങ്കിൽ തിരികെ കൊണ്ടുവരിക. അവരുടെ അജണ്ടയാണ്, വീണു പോകരുത്. അത് മാത്രമാണ് ഒരു അപേക്ഷയായിട്ട് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടുതൽ വീഡിയോകൾ വരും ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും. ഈ വിഷയത്തെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അവസാനമായിട്ട് പെഹൽഗാമിലെ വിക്ടിംസിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഒരിക്കലും നിങ്ങളെ മറക്കൂല, സത്യങ്ങൾ മാത്രമേ ഞാൻ പറയത്തുള്ളൂ. മറ്റൊരു വീഡിയോയിൽ കാണാം. ജയ് ഹിന്ദ്.